തേർഡ് സെമസ്റ്റർ ബികോം BBA ഓണേഴ്സ് ബിസിനസ് റെഗുലേഷൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP തേർഡ് സെമസ്റ്റർ ബികോം BBA ഓണേഴ്സ് ബിസിനസ് റെഗുലേഷൻ പേപ്പറിലെ മൂന്നാമത്തെ പാർട്ടാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ്. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാണുന്ന നോട്ടിന് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. Contract can be classified in several way. ഇവിടെ മെയിൻ ആയിട്ട് 3 ക്ലാസിഫിക്കേഷനാണ് ഉള്ളത് കോൺട്രാക്റ്റിന്. ബേസ്ഡ് ഓൺ എൻഫോഴ്സിബിലിറ്റി, ബേസ്ഡ് ഓൺ ഫോർമേഷൻ, ബേസ്ഡ് ഓൺ പെർഫോമൻസ്. 3 രീതിയിൽ കോൺട്രാക്റ്റുകളെ മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ബേസ്ഡ് ഓൺ എൻഫോഴ്സിബിലിറ്റി, അത് ലീഗലി എൻഫോഴ്സിബിൾ ആണോ അല്ലേ എന്നതിന്റെ ബേസിലാണ് ബേസ്ഡ് ഓൺ എൻഫോഴ്സിബിലിറ്റി പറയുന്നത്. അതിൽ തന്നെ വാലിഡ് കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിവുണ്ട്. ഒന്ന് വാലിഡ് കോൺട്രാക്ട്സ് ആണ്. ലീഗലി എൻഫോഴ്സിബിൾ ആയ കോൺട്രാക്റ്റുകളെ നമുക്ക് വാലിഡ് കോൺട്രാക്ട് എന്ന് പറയാൻ പറ്റും. ഒന്നുകൂടി വ്യക്തതയോടെ പറയുകയാണെങ്കിൽ എ കോൺട്രാക്ട് ദാറ്റ് ഫുൾഫിൽ ഓൾ എസെൻഷ്യൽ കണ്ടീഷൻസ് അണ്ടർ ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഈ 1872 ആക്ട് പ്രകാരം ഒരു കോൺട്രാക്ടിന് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തെങ്കിൽ അതിനെ ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിനെ വാലിഡ് കോൺട്രാക്ട് എന്ന് വിളിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ബൈക്ക് മറ്റൊരാൾക്ക് 50,000 രൂപയ്ക്ക് വിൽക്കാൻ ഞാൻ തീരുമാനിക്കുന്നു, ഓഫർ ചെയ്യുന്നു. ഓപ്പോസിറ്റ് പാർട്ടി അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം അതിനുള്ള പണം നൽകിയിട്ടുണ്ട്. ഞാൻ ബൈക്ക് കൈമാറുന്നു. ഇതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആണ്, ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ബേസ്ഡ് ഓൺ എൻഫോഴ്സിബിലിറ്റി എന്നതിന്റെ ബേസിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വാലിഡ് കോൺട്രാക്ട്, ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, 1872 ആക്ടിന്റെ പ്രൊവിഷൻസ് പ്രകാരം ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നതിന്റെ ബേസിൽ വാലിഡ് കോൺട്രാക്ട് എന്ന് പറയാം. 2 വോയിഡ് കോൺട്രാക്ട്സ്, നോട്ട് എൻഫോഴ്സിബിൾ. ഇപ്പോൾ ഇല്ലീഗൽ ഒബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ, സബ്ജക്ട് മാറ്റർ ഇല്ലീഗൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ, ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അതിനെ വോയിഡ് കോൺട്രാക്ട് എന്ന് പറയാം. എ കോൺട്രാക്ട് ദാറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ, ഇറ്റ് ഈസ് നോ ലീഗൽ എഫക്റ്റ്. ആദ്യം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വോയിഡ് കോൺട്രാക്ട്. വാലിഡ് കോൺട്രാക്ടിന്റെ ഓപ്പോസിറ്റ് ആണ് വോയിഡ് കോൺട്രാക്ട്. കാരണം വാലിഡ് കോൺട്രാക്ട് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. വോയിഡ് കോൺട്രാക്ട് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ, നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ. ഇപ്പോൾ ഡ്രഗ്സ് കൈമാറ്റത്തിന് വേണ്ടിയിട്ട് 2 പേർ തമ്മിൽ എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന് വിലയൊക്കെ ഉറപ്പിച്ച് എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രഗ്സ് എന്ന കാര്യം നിയമവിരുദ്ധമാണ്, അത് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. ആയതിനാൽ ഇതെന്താണ്, വോയിഡ് കോൺട്രാക്ട് ആണ്. ഇനി മൂന്നാമത്തേത് വോയിഡബിൾ കോൺട്രാക്ട്. വോയിഡബിൾ കോൺട്രാക്ട് എന്നത് ക്യാൻ ബി റിജക്ട് വൺ പാർട്ടി. കാരണം ഇവിടെ ആ കോൺട്രാക്ട് നിർമ്മിച്ചത് ഒരു പാർട്ടിയെ പറ്റിച്ചിട്ട് ഫ്രോഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വഞ്ചന എന്നൊരു ഘടകം അവിടെ ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക, സമ്മതം വാങ്ങിയിട്ടുണ്ടാവുക. അതാ പറഞ്ഞത് ക്യാൻ ബി റിജക്റ്റഡ് ബൈ വൺ പാർട്ടി. എ കോൺട്രാക്ട് ദാറ്റ് ഈസ് വാലിഡ് അൺലെസ് വൺ പാർട്ടി ചൂസസ് ടു റിജക്ട് ഇറ്റ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫ്രീ കൺസെന്റ്. ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു പാർട്ടി അതിന് പൂർണ്ണ സമ്മതമില്ല, അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ്, അദ്ദേഹത്തെ ഫ്രോഡിലൂടെയാണ് അദ്ദേഹത്തെ അത് ചെയ്യിപ്പിച്ചത്, അതല്ലെങ്കിൽ മിസ് റെപ്രസെന്റേഷൻ, അതല്ലെങ്കിൽ എന്തെങ്കിലും തിരിമറി നടത്തിയിട്ടാണ് യഥാർത്ഥ വസ്തു അല്ല പിന്നീട് കൈമാറിയത്, കച്ചവടം പറഞ്ഞ അസറ്റ് അല്ല പിന്നീട് കൈമാറിയത് എന്നിങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഒരു പാർട്ടിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, റിജക്ട് ചെയ്യാൻ പറ്റും. അതോടുകൂടി ആ കോൺട്രാക്ട് എന്താവുന്നു, വോയിഡബിൾ കോൺട്രാക്ട് ആവുന്നു. ഫ്രോഡോ കോയേഷനോ അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെന്റേഷൻ ഇവയൊക്കെ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നടന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വൺ പാർട്ടി ക്യാൻ റിജക്ട് ഇറ്റ്.
ആ സമയത്തോടു കൂടി എന്താവുന്നു, ഈ കോൺട്രാക്ട് വോയിഡബിൾ കോൺട്രാക്ട് ആവുന്നു. അപ്പോൾ ഒരാള് മറ്റൊരാളുമായിട്ട് ഒരു എഗ്രിമെന്റ് ഏർപ്പെടുന്നതാണ്. ആ ഓപ്പോസിറ്റ് പാർട്ടിയെ ഇദ്ദേഹം തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിട്ടാണ് അത് ആ എഗ്രിമെന്റ് ഫുൾഫിൽ ചെയ്തത്, അല്ലെങ്കിൽ ആ വസ്തു കൈമാറ്റം നടന്നത്. ഇവിടെ ഓപ്പോസിറ്റ് പാർട്ടിക്ക് അത് റദ്ദ് ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം ഇത് വോയിഡബിൾ കോൺട്രാക്ട് ആണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണ സമ്മതം ഇല്ലാതെ അദ്ദേഹത്തിനെ പേടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തെ കൊണ്ട് അത് സൈൻ ചെയ്യിപ്പിച്ചത്, ആ കച്ചവടം നടത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, അത് റദ്ദ് ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം അത് വോയിഡബിൾ കോൺട്രാക്ട് ആയതിനാലാണ്. നാലാമത്തത് അൺഫോഴ്സബിൾ കോൺട്രാക്ട്. അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട്. Unenforceable contract cannot be enforced due to technical defect. ടെക്നിക്കൽ റീസൺ കൊണ്ട് ഈ പറയുന്ന കോൺട്രാക്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഒരാൾക്ക് ഒരു 5 ലക്ഷം രൂപ ലോണ് അല്ലെങ്കിൽ കടം നൽകുകയാണ്. അവരത് എഴുതി വെച്ചിട്ടൊന്നുമില്ല, ഒരു അഗ്രിമെന്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വാക്കുകൾ മാത്രം നൽകിയൊരു ട്രാൻസാക്ഷൻ ആയിരുന്നു. അതോടുകൂടി ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. കാരണം അത് എഴുതി വെച്ചിട്ടില്ല, അത് അഗ്രിമെന്റ് ആക്കിയിട്ടില്ല. എ കോൺട്രാക്ട് that is otherwise valid but it cannot be enforced due to some technical defect. ആ ടെക്നിക്കൽ ഡിഫക്റ്റ് എന്താണ്, നോട്ട് ഇൻ റൈറ്റിംഗ് അല്ലെങ്കിൽ നോട്ട് പ്രോപ്പർലി സ്റ്റാമ്പഡ്, വേണ്ടത്ര സ്റ്റാമ്പ് പേപ്പർ അല്ലെങ്കിൽ വാല്യൂ ഉപയോഗിച്ചിട്ടില്ല. ഈ കാരണം കൊണ്ട് എന്ത് ചെയ്യാം, അൺഎൻഫോഴ്സിബിൾ ആവാം. അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് ഇതാണ് ബേസ്ഡ് ഓൺ എൻഫോഴ്സിബിലിറ്റി എന്ന് പറഞ്ഞത്. വാലിഡ് കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. മൂന്നും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. വാലിഡ് പെർഫെക്റ്റ് ആണ്, ലീഗലി എൻഫോഴ്സിബിൾ ആണ്. വോയിഡ് എന്ന് പറയുമ്പോൾ നോട്ട് എൻഫോഴ്സിബിൾ, ലീഗലി നോട്ട് എൻഫോഴ്സിബിൾ ആണ്. വോയിഡബിൾ കോൺട്രാക്ട് ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിജക്ട് ചെയ്യാൻ പറ്റും. ആ റിജക്ട് ചെയ്യുന്നത് കൂടി അതെന്താവുന്നു, ആ കോൺട്രാക്ട് വോയിഡബിൾ കോൺട്രാക്ട് ആവുന്നു. കാരണം അവർക്ക് റിജക്ട് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. കാരണം അദ്ദേഹത്തെ വഞ്ചനയിലൂടെയോ ഫ്രോഡുലന്റിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ടോ ഒക്കെ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒക്കെ ആയിരിക്കാം ആ കോൺട്രാക്റ്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത്. അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്, എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. അത് റിട്ടേൺ അഗ്രിമെന്റ് ഇല്ലാത്തതിനാൽ ടെക്നിക്കൽ റീസൺ കൊണ്ട് അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് ആണത്. രണ്ടാമത്തെ മെയിൻ കാറ്റഗറി ബേസ്ഡ് ഓൺ ഫോർമേഷൻ ആണ്. ഒരു കോൺട്രാക്ട് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് കോൺട്രാക്ട്, ഇംപ്ലൈഡ് കോൺട്രാക്ട്, കോസീവ് കോൺട്രാക്ട് എന്നിങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്, വെൻ ദ ടേംസ് ഓഫ് ദി കോൺട്രാക്ട് ആർ സ്റ്റേറ്റഡ് ഇൻ വേർഡ്സ്. അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ടേംസ് സ്റ്റേറ്റഡ് ഇൻ വേർഡ്സ്, വേർഡ്സ് തന്നെ ആവണമെന്നില്ല, സ്പോക്കൺ സംസാരിച്ചാലും മതി. വാക്കാലെ പറഞ്ഞാലോ എഴുതുകയോ ചെയ്താണെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് കോൺട്രാക്ട് ആണ്. ഇപ്പോൾ എൻ്റെ ബൈക്ക് 50,000 രൂപക്ക് ഞാൻ വിൽക്കുകയാണ്. ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഓക്കെ, അത് അവർക്ക് ഓക്കെയാണ്, വില ഓക്കെയാണ്, അത് കച്ചവടം നടക്കുകയാണ്. അത് എക്സ്പ്രസ് കോൺട്രാക്ട് ആണ്. അതൊന്നില്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അഗ്രിമെന്റ് ആക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാക്കാലെ ആയിരിക്കാം. എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, വാക്കാലെ അല്ലെങ്കിൽ വേർഡോ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. എക്സ്പ്രസ് കോൺട്രാക്ട് ആണ്. രണ്ടാമത്തത് ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ്. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞ പോലെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. An implied contract is not a written or spoken but created by actions or conduct of the parties. ആ പാർട്ടികൾ തമ്മിലുള്ള ആക്ഷനിലൂടെയോ കണ്ടക്റ്റിലൂടെയോ ഒക്കെ ഒരു ഫോം ചെയ്തൊരു കോൺട്രാക്ട് ആണ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിന് പണം നൽകേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പിൽ കൊണ്ടുപോയി പെട്രോളോ ഡീസലോ വാനിൽ നിറച്ച് അതിനുശേഷം അതിന്റെ പേയ്മെന്റ് നൽകിയിട്ട് നമ്മൾ വാഹനം എടുത്ത് പോവാറുള്ളൂ. വാഹനം അവിടെ കൊണ്ടുവച്ചാൽ തന്നെ അവരെന്ത് ചെയ്യാറുണ്ട്, ഫില്ല് ചെയ്യാറുണ്ട്. അതൊരു ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ്. അത് വാക്കാലെ ഒന്നും പറഞ്ഞിട്ടില്ല. വാഹനത്തിന് ഇത്ര അല്ലെങ്കിൽ നമ്മൾ 100 രൂപ അല്ലെങ്കിൽ 5 ലിറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അത് അടിച്ച് നിറച്ച് തരും എന്നല്ലാതെ അതിനുശേഷം ഇതിന് ഇത്ര രൂപ ഉണ്ട് അത് അടച്ചോളണം എന്നൊന്നും അവർ പറയാറില്ല. ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഫീസ് നൽകേണ്ട ഉത്തരവാദിത്തം
ആ കണ്ട രോഗിക്കുണ്ട്. അപ്പൊ ഇതൊക്കെ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആണ്, നോട്ട് എക്സ്പ്രസ്ഡ് ഇൻ വേർഡ്സ് ബട്ട് ക്രിയേറ്റഡ് ബൈ ദ കണ്ടക്ട്, ആക്ഷൻ ഓർ സർക്കംസ്റ്റാൻസസ് ഓഫ് ദ പാർട്ടീസ്. ആ സാഹചര്യത്തിലൂടെ അവിടുത്തെ ആ പ്രവർത്തനങ്ങളിലൂടെ രൂപീകരിച്ച ഒരു തരം കോൺട്രാക്റ്റ് ആണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. മുകളിലെ എക്സാമ്പിളിലൂടെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തതാണ് കോസി കോൺട്രാക്റ്റ്. കോസി കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നോട്ട് എ റിയൽ കോൺട്രാക്ട്. അവിടെ ഒരു അഗ്രിമെന്റ് ഒന്നുമില്ല, അവിടെ ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് ഇല്ല. ഇറ്റ് ഇസ് നോട്ട് എ real contract, but the law create it to prevent unfair gain by one party at the expense of another. It is based on justice, equity and good consciousness. It's not on mutual agreement. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്കിന്റെ എന്തോ മിസ്റ്റേക്ക് കാരണം ഒരു 50,000 രൂപ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു. എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടത് എൻ്റെ പൈസയല്ല, എന്തോ മിസ്റ്റേക്കാണ് ബാങ്കിന്. അത്തരം സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബാങ്കിന് അത് തിരിച്ചടക്കേണ്ട ബാധ്യത ഉണ്ട്. ബാങ്ക് ആവശ്യപ്പെടുകയാണ്, അത് ഇങ്ങനെ വന്നത് ടെക്നിക്കൽ ഇഷ്യൂ ആണ്, അത് തിരിച്ചു തരേണ്ടതുണ്ട്, എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ബാധ്യത ഉണ്ട്, തിരിച്ചടക്കേണ്ട ബാധ്യത ഉണ്ട്. അതാ പറഞ്ഞത്, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് കോൺഷ്യസ്നെസ്. ഒരു ഡോക്ടർ ഒരു ആക്സിഡന്റ് ആയി, അവിടെ ബോധമില്ലാതെ കിടക്കുകയാണ്, ആക്സിഡന്റ് പറ്റിയ ആള്, വാഹനം ഇടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ നേരെ ബോധമില്ലാതെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ആക്കുന്നു. അവിടുന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്നു, അദ്ദേഹത്തെ ഓക്കെ ആക്കുന്നു. അതിനുശേഷം രോഗിക്ക് അതിന്റെ ചികിത്സാ ചെലവ് നൽകേണ്ട ബാധ്യത ഉണ്ട്. കാരണം ഇദ്ദേഹത്തോട് സമ്മതം ചോദിച്ചിട്ടൊന്നല്ലല്ലോ ഇതൊന്നും ചെയ്തത്. കാരണം അത് കോസി കോൺട്രാക്ട് ആണ്, അവിടെ ഒരു മ്യൂച്വൽ കോൺട്രാക്ട് ഒന്നുമില്ല, നോട്ട് എ റിയൽ കോൺട്രാക്ട്. ഇൻട്രോയിൽ പറഞ്ഞത് there is not a real contract. Law implies it prevent unjust enrichment of one party at the cost of another. അത് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട്, ഇക്വിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ്, ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് ഒന്നുമല്ല. ഇറ്റ്സ് ഇസ് നോട്ട് എ റിയൽ കോൺട്രാക്ട്. അതിനാണ് കോസി കോൺട്രാക്ട് എന്ന് പറയാം. ഇനി ഏറ്റവും ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പെർഫോമൻസ്. അത് പെർഫോം ചെയ്യുന്ന രീതി അനുസരിച്ച് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റുകളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ടറി കോൺട്രാക്ട്, മറ്റൊന്ന് യൂണിലാറ്ററൽ കോൺട്രാക്ട്, ബൈലാറ്ററൽ കോൺട്രാക്ട്. ജോഡിയായിട്ട് പഠിച്ചാൽ മതി. എക്സിക്യൂട്ടറി, യൂണിലാറ്ററൽ കോൺട്രാക്ട്, ബൈലാറ്ററൽ കോൺട്രാക്ട്. നോക്കാം. എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഫുള്ളി പെർഫോംഡ് ബൈ ബോത്ത് പാർട്ടീസ്. അത് പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇരു പാർട്ടികളും ആ കോൺട്രാക്ട് പെർഫോം ചെയ്തു, എക്സിക്യൂട്ടഡ് ആക്കിയിട്ടുണ്ട്. എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബോത്ത് പാർട്ടീസ് ഹാവ് കംപ്ലീറ്റ്ലി പെർഫോംഡ് ദെയർ ഒബ്ലിഗേഷൻ. ഇപ്പോൾ ഒരു ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട്, എനിക്കൊരു ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനതിന്റെ പേയ്മെന്റ് നൽകുന്നു, എനിക്ക് അതിനുള്ള ആ ഒരു പറഞ്ഞ ഐറ്റം എനിക്ക് കിട്ടുന്നു, അതോടെ കഴിഞ്ഞ് മൊബൈൽ വാങ്ങി പണം നൽകി എനിക്ക് മൊബൈൽ കിട്ടുകയും ചെയ്ത് അതിനുള്ള പേയ്മെന്റ് നൽകുകയും ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് എക്സിക്യൂട്ടറി കോൺട്രാക്ട് ആണ്. മറ്റൊന്ന് എക്സിക്യൂട്ടറി കോൺട്രാക്ട് ആണ്. അത് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല, അത് സ്റ്റിൽ ഓപ്പൺ ആണ്, സ്റ്റിൽ ടു ബി പെർഫോംഡ്. അതിപ്പോഴെന്താണ്, പെർഫോം ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒബ്ലിഗേഷൻ ആർ സ്റ്റിൽ പെൻഡിങ്, യെറ്റ് ടു ബി പെർഫോംഡ്. അത് പെർഫോം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത ആഴ്ച ഞാൻ ഗുഡ്സ് ഇറക്കി തരാം, ഓക്കെ, അപ്പൊ ഞാൻ എന്റെ പേയ്മെന്റ് നൽകിക്കോളാം എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട്, അത് എക്സിക്യൂട്ടർ അല്ല, അത് എക്സിക്യൂട്ടറി ആണ്, അത് പെൻഡിങ് ആണ്, സ്റ്റിൽ പെൻഡിങ്. നെക്സ്റ്റ് വീക്കിൽ ഗുഡ്സ് ഇറക്കിയാൽ അതിന് പേയ്മെന്റ് കിട്ടും. ഓക്കെ, അത് അവർ ഓക്കെ ആകുമ്പോൾ എന്തായി, അത് എക്സിക്യൂട്ടറി കോൺട്രാക്ട് ആയി. മൂന്നാമത്തത് യൂണിലാറ്ററൽ കോൺട്രാക്ട്. യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ വൺ പാർട്ടി പെർഫോം ഒബ്ലിഗേഷൻ. രണ്ടും ഒന്നിച്ച് പറയാം. യൂണിലാറ്ററൽ കോൺട്രാക്ട്, ബൈലാറ്ററൽ കോൺട്രാക്ട്. ബോത്ത് പാർട്ടീസ് ഹാവ് ഒബ്ലിഗേഷൻ. ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, ബൈലാറ്ററൽ കോൺട്രാക്റ്റിൽ ഇരു കക്ഷികൾക്കും എന്തുണ്ട്, ഒബ്ലിഗേഷൻ ഉണ്ട്. യൂണിലാറ്ററൽ കോൺട്രാക്റ്റിൽ വൺ പാർട്ടി പെർഫോം ഒബ്ലിഗേഷൻ, ഒരാൾക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാളെ ഒരു വളർത്തു നായ നഷ്ടപ്പെട്ട്, അപ്പൊ അദ്ദേഹം പരസ്യം ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെ കണ്ടെത്തുന്നവർക്ക് 5,000 രൂപ
നൽകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിലാറ്ററൽ കോൺട്രാക്ട് ആണ്. only one party has the obligation to perform, the other party accepted by performing an act. മറ്റേ പാർട്ടിക്ക് അത് എന്താണ്, അത് പെർഫോം ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, അതിൽ റോളുള്ളൂ. ആദ്യത്തെ പാർട്ടി ഒരു ഓഫർ ചെയ്ത പാർട്ടി സമയത്ത് എന്താണ്, അവർക്കാണെങ്കിൽ ഒബ്ലിഗേഷൻ ഉള്ളൂ. ആരെങ്കിലും ഈ പറഞ്ഞ വളർത്തായ കണ്ടെത്തി കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, 5000 രൂപ കിട്ടും. ഒരു വൺ സൈഡ് ആണ്, യൂണിലാറ്ററൽ കോൺട്രാക്ട് ആണ് അത്. ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ബോത്ത് പാർട്ടീസ് ഹാവ് ഒബ്ലിഗേഷൻ. ഇപ്പോ ഒരു കോൺട്രാക്ട് ബൈലാറ്ററൽ, ബോത്ത് പാർട്ടീസ് ഹാവ് റെസിപ്രോക്കൽ ഒബ്ലിഗേഷൻ ടു പെർഫോം. രണ്ട് കൂട്ടർക്ക് ഉത്തരവാദിത്തം ഉണ്ട്. അപ്പോൾ എൻ്റെ ബൈക്ക് ഞാൻ മറ്റൊരാൾക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിന് 50,000 രൂപ വില ഇടുന്നു. ആ രൂപ ഓപ്പോസിറ്റ് പാർട്ടി തരാൻ തയ്യാറാണ്. ഇതൊരു ബൈലാറ്ററൽ കോൺട്രാക്ട് ആണ്. അപ്പോൾ ഇരു കൂട്ടർക്കും അതിൽ ഒബ്ലിഗേഷൻ ഉണ്ട്. അതാണ് ബൈലാറ്ററൽ കോൺട്രാക്ട്. യൂണിലാറ്ററൽ കോൺട്രാക്ട് അറിയുമ്പോൾ എന്തേ ഉള്ളൂ, വൺ പാർട്ടി പെർഫോം ദി ഒബ്ലിഗേഷൻ ആണ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ. ഒന്ന്, കോൺട്രാക്ട് എന്തായിരുന്നു ചോദിക്കാറുണ്ട് 3 മാർക്കിന്. വാട്ട് ഡു യു മീൻ ബൈ കോൺട്രാക്ട്? വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് ഇവിടെ പറയുന്നത്. അഗ്രിമെന്റ് എൻഫോഴ്സബിൾ ബൈ ലോ ആണെങ്കിൽ എന്താണ്, കോൺട്രാക്ട് ആണ്. എസെൻഷ്യൽസ് എന്തൊക്കെയാണ് കോൺട്രാക്ട്? നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയേണ്ടതാണ്. ഓഫർ, അക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ, കപ്പാസിറ്റി, കൺസെന്റ്. ഇവയെല്ലാം എസെൻഷ്യൽസ് ആണ്. ഷോർട്ടസ്റ്റ് ചോദിക്കാറുണ്ട് എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട്. വാലിഡ് കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട്, കോസി കോൺട്രാക്ട് ഓരോ ടേംസ് ആണ്. നമ്മൾ പറഞ്ഞു വാലിഡ് കോൺട്രാക്ട് ലീഗലി എൻഫോഴ്സബിൾ ആണ്. വോയിഡ് കോൺട്രാക്ട് നോട്ട് എൻഫോഴ്സബിൾ അറ്റ് ആൾ, ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ കഴിയാത്തതാണ്. വാലിഡ് വോയിഡ് ഒന്നിച്ച് പറയാവുന്നതാണ്, ഓപ്പോസിറ്റ് ആണ്. വോയിഡബിൾ കോൺട്രാക്ട് വൺ പാർട്ടി ക്യാൻ ക്യാൻസൽ, ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. അത് അധികാരമുണ്ട്. എന്തുകൊണ്ട് അധികാരം? അവരത് പറ്റിക്കപ്പെട്ടതാണ്, അവരെ ഫ്രോഡായിട്ട് അതിൽ ഉൾപ്പെടുത്തിയതാണ്. അതല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച പോലെയല്ല, അതല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൽ അവർക്കത് റദ്ദ് ചെയ്യാനുള്ള ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടെല്ലാം റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണ് വൺ പാർട്ടി ക്യാൻ ക്യാൻസൽ. അതോടുകൂടി എന്താകും, അത് വോയിഡബിൾ കോൺട്രാക്ട് ആയി മാറുകയാണ്. കോസി കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ലീഗൽ ഒബ്ലിഗേഷൻ വിത്തൗട്ട് ആക്ച്വൽ അഗ്രിമെന്റ്. അവിടെ ഒരു മ്യൂച്വൽ അഗ്രിമെന്റ് ഒന്നുമില്ല, പക്ഷെ സോഷ്യൽ ജസ്റ്റിസ് ഇക്വിറ്റിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് എന്ത്, കോസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.